രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരുന്ന ചിന്തയെന്താണ്? ഇന്നത്തെ ദിവസത്തെ ചെലവുകളെക്കുറിച്ചുള്ള ആശങ്കയാണോ, അതോ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്ന തീവ്രമായ ആഗ്രഹമാണോ? കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചിലർ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, എന്നാൽ മറ്റു ചിലർ വളരെ എളുപ്പത്തിൽ സമ്പത്തും വിജയവും അവരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വലിയ വ്യത്യാസം അവരുടെ കഴിവിലോ ബുദ്ധിശക്തിയിലോ അധ്വാനത്തിലോ മാത്രമല്ല ഉള്ളത്, മറിച്ച് അവരുടെ ഉള്ളിലെ ഊർജ്ജത്തിലും പ്രപഞ്ചവുമായുള്ള അവരുടെ അദൃശ്യമായ ബന്ധത്തിലുമാണ്. നമ്മളിൽ പലരും ജീവിതത്തിൽ സമ്പത്ത് നേടാനായി രാപ്പകൽ ഭേദമില്ലാതെ കഷ്ടപ്പെടുന്നു. എന്നാൽ പണം നമ്മിലേക്ക് വരുന്ന വഴികൾ പലപ്പോഴും അടഞ്ഞുകിടക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ഇതിന് കാരണം നാം പണത്തെ കാണുന്ന രീതിയും നമ്മുടെ ഉപബോധ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള ചിന്തകളുമാണ്. നിങ്ങൾക്ക് സമ്പന്നനാകണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ അതിനായി സജ്ജമാക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ പ്രഭാതങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവവും നാം തന്നെ ആകർഷിക്കുന്നതാണ്. അതിൽ സമ്പത്തും വിജയവും ആരോഗ്യവും എല്ലാം ഉൾപ്പെടുന്നു. സമ്പത്ത് എന്നത് വെറുമൊരു കടലാസല്ല, അതൊരു സജീവമായ ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ നമ്മിലേക്ക് ആകർഷിക്കാൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കഴിയണം. അതിനായി ഏറ്റവും അനുയോജ്യമായ സമയം പ്രഭാതമാണ്. പ്രഭാതത്തിലെ ആദ്യ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കേവലം കുറച്ച് ദിവസങ്ങൾ കൊണ്ടുതന്നെ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു പ്രഭാത ദിനചര്യയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ വീഡിയോയിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഈ അറിവ് കൂടുതൽ ആളുകളിലേക്കെത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാനും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രഭാതത്തിന്റെ ശക്തി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിരാവിലെ ഉറക്കമുണരുന്ന സമയം നിങ്ങളുടെ മനസ്സ് തികച്ചും ശാന്തവും സമ്മർദ്ദരഹിതവും കാര്യങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. രാത്രി മുഴുവൻ നീണ്ട ഉറക്കത്തിനു ശേഷം നമ്മുടെ തലച്ചോറ് ആൽഫ തീറ്റ തരംഗങ്ങളുടെ അവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറന്നിരിക്കും. പകൽ സമയങ്ങളിൽ നാം നേരിടുന്ന തിരക്കുകളോ ഉത്കണ്ഠകളോ നെഗറ്റീവ് ചിന്തകളോ ഈ സമയത്ത് നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ല. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുപോലെ തികച്ചും പരിശുദ്ധമായ അവസ്ഥയിലായിരിക്കും പ്രഭാതത്തിൽ നമ്മുടെ മനസ്സ്. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും ചിന്തിക്കുന്ന ചിന്തകൾക്കും ഫലപ്രാപ്തി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ നിമിഷങ്ങളിൽ നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് വിത്ത് പാകുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വടവൃക്ഷമായി വളർന്നുവരുന്നത്. സാമ്പത്തികമായ ഉന്നമനം ആഗ്രഹിക്കുന്ന ഏതൊരാളും അവരുടെ പ്രഭാതത്തിലെ ഈ അമൂല്യമായ നിമിഷങ്ങളെ വളരെ കൃത്യമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ രാവിലെ ചെയ്യേണ്ട ആ പ്രധാന പ്രഭാത ദിനചര്യ എന്താണെന്ന് നോക്കാം. രാവിലെ ഉറക്കമെഴുന്നേറ്റയുടൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞുതന്നെ ഇരിക്കട്ടെ. ശരീരം അനക്കാതെ വളരെ ശാന്തമായി കിടക്കുക. തുടർന്ന് നിങ്ങളുടെ വലതുകൈ നിങ്ങളുടെ പൊക്കിളിൽ സ്പർശിക്കുക. ശേഷം വളരെ സാവധാനത്തിൽ ഒരു ദീർഘശ്വാസമെടുത്ത് പൂർണ്ണ വിശ്വാസത്തോടെ ധന്നാവോ എന്ന 2 വാക്കുകൾ പറയുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു പ്രവൃത്തിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതിന് പിന്നിലുള്ള ശാസ്ത്രവും ആത്മീയതയും വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് നാം പൊക്കിളിൽ സ്പർശിക്കുന്നത്? പൊക്കിളിന്റെ അഥവാ നാഭിയുടെ പ്രാധാന്യം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. ശരീരത്തിന്റെ ഊർജ്ജകേന്ദ്രമായും നമ്മുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനമായും പൊക്കിൾ കണക്കാക്കപ്പെടുന്നു. യോഗശാസ്ത്രത്തിൽ ഇതിനെ മണിപൂരക ചക്രം എന്നാണ് വിളിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞ് അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ പൊക്കിൾ കൊടിയിലൂടെയാണ്. അതായത് നിങ്ങളുടെ ജീവന്റെയും ആഹാരത്തിന്റെയും ഊർജ്ജത്തിന്റെയും ആദ്യത്തെ ഉറവിടം അവിടെയാണ്. നമ്മുടെ ശരീരത്തിലെ 70,000 നാഡികൾ സംഗമിക്കുന്ന അതിപ്രധാനമായ ഒരു ബിന്ദുവാണ് നാഭി. ഇതിൽ സ്പർശിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പ്രപഞ്ച ഊർജ്ജവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യമായ ശക്തികളെ ഉണർത്താൻ ഇതിലൂടെ സാധിക്കുന്നു. മണിപൂരക ചക്രം എന്നത് ആത്മവിശ്വാസം, ശക്തി, സമ്പത്ത്, സമൃദ്ധി എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ നാഭിയിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹം കേന്ദ്രീകരിക്കപ്പെടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അതിവേഗം എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നിങ്ങൾ പറയുന്ന ആ 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ധന്നാവോ. ഇതിനർത്ഥം സമ്പത്തേ വരൂ എന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു അപേക്ഷയല്ല, മറിച്ച് പ്രഖ്യാപനമാണ് എന്നതാണ്. ധന്നാവോ എന്ന് പറയുന്നത് പ്രപഞ്ചത്തോടുള്ള ഒരു അപേക്ഷയോ യാചനയോ അല്ല, അതൊരു ശക്തമായ പ്രഖ്യാപനമാണ്. എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് പണമില്ല, എന്നെ സഹായിക്കണം എന്ന് കേഴുന്നതിനു പകരം സമ്പത്തെ നീ എന്നിലേക്ക് വരൂ എന്ന് പൂർണ്ണ അധികാരത്തോടെ കൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. യാചന എപ്പോഴും ദാരിദ്ര്യത്തിന്റെ തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. എനിക്ക് ഇല്ല എന്ന ചിന്തയാണ് യാചനയ്ക്ക് പിന്നിലുള്ളത്. എന്നാൽ
പ്രഖ്യാപനം എന്നത് അധികാരത്തിന്റെ പ്രതിരൂപമാണ്. ഈ ഉറച്ച പ്രഖ്യാപനത്തോട് പ്രപഞ്ചം വളരെ വേഗം പ്രതികരിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും അധികാരവും പ്രപഞ്ചം തിരിച്ചറിയുകയും അതിലൂടെ അവസരങ്ങളും സമ്പത്തും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ആകർഷണ നിയമം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന രീതി. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറും. ഇനി തരംഗങ്ങളുടെ അഥവാ വൈബ്രേഷനുകളുടെ പങ്ക് എന്താണെന്ന് നോക്കാം. പ്രപഞ്ചം മനസ്സിലാക്കുന്നത് വെറും വാക്കുകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഉള്ളിലെ തരംഗങ്ങളെയാണ്. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനേക്കാൾ പ്രധാനം അത് പറയുമ്പോൾ നിങ്ങൾ എന്തനുഭവിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള ഭയവും ദാരിദ്ര്യവും നിറച്ചുവെച്ചുകൊണ്ട് നിങ്ങൾ സമ്പത്തേ വരൂ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒരിക്കലും അത് കേൾക്കില്ല. കാരണം നിങ്ങളുടെ തരംഗങ്ങൾ ദാരിദ്ര്യത്തിൻ്റേതാണ്. അതിനാൽ ഈ വാക്കുകൾ പറഞ്ഞതിനുശേഷം നിങ്ങൾക്ക് ഇതിനകം തന്നെ ധാരാളം സമ്പത്തും സമൃദ്ധിയുമുണ്ടെന്ന് ഒരു 20 സെക്കൻഡ് നേരം മനസ്സിൽ സങ്കൽപ്പിക്കുകയും അത് ആഴത്തിൽ വിശ്വസിക്കുകയും വേണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടെന്നും നിങ്ങളുടെ കടങ്ങളെല്ലാം തീർന്നുവെന്നും നിങ്ങൾ ആഗ്രഹിച്ച സുരക്ഷിതമായ ജീവിതം നയിക്കുകയാണെന്നും വളരെ വ്യക്തമായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ വാങ്ങുന്നതായോ പുതിയ വീട്ടിൽ താമസിക്കുന്നതായോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷം നൽകുന്നതായോ ഉള്ള രംഗങ്ങൾ മനസ്സിൽ കാണുക. ഈ സങ്കല്പം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു സന്തോഷവും സമാധാനവും സൃഷ്ടിക്കും. ആ 20 സെക്കൻഡിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഊർജ്ജവും സന്തോഷവുമാണ് പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ സന്ദേശം. ഈ പ്രവൃത്തി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നു. സമ്പത്ത് ആകർഷിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് നിലനിർത്തുക എന്നതും. സമ്പത്ത് നിലനിർത്താൻ ചില ശക്തമായ സ്ഥിരീകരണ വാക്യങ്ങൾ നാം ശീലമാക്കേണ്ടതുണ്ട്. പലർക്കും അപ്രതീക്ഷിതമായി പണം ലഭിക്കുമെങ്കിലും അത് വളരെ വേഗം കൈവിട്ടുപോകുന്നത് കാണാം. ഇതിന് കാരണം അവർക്ക് പണത്തോടുള്ള ഭയമോ അല്ലെങ്കിൽ താൻ ഇത്രയും വലിയൊരു സമ്പത്തിന് അർഹനല്ലെന്ന ഉൾഭയമോ ആകാം. ഈ മാനസികാവസ്ഥ മാറ്റാൻ ദിവസം മുഴുവൻ മേം യോഗ്യ ഹൂം എന്ന് നിങ്ങളോട് തന്നെ ആവർത്തിക്കുക. ഞാനിതിന് അർഹനാണ് എന്നതാണ് ഇതിനർത്ഥം. രാവിലെ മാത്രമല്ല, പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും എല്ലാം ഈ വാചകം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ സമൃദ്ധിക്കും സന്തോഷത്തിനും ഞാൻ തികച്ചും അർഹനാണ് എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭയം ഇല്ലാതാക്കാനും സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കൈകളിൽ പണം ലഭിക്കുമ്പോഴെല്ലാം അത് ശമ്പളമായിട്ടായാലും ബിസിനസ്സിൽ നിന്നുള്ള ലാഭമായിട്ടായാലും മറ്റാരെങ്കിലും തരുന്നതായിട്ടായാലും ആ പണം കൈകളിൽ വെച്ചുകൊണ്ട് മേം ധൻ കാ കേന്ദ്ര ഹൂം എന്ന് മനസ്സിൽ പറയുക. ഞാൻ സമ്പത്തിന്റെ കേന്ദ്രമാണ് എന്നാണ് ഇതിലൂടെ നിങ്ങൾ ഉറപ്പിക്കുന്നത്. പണം എന്നെ തേടിവരുന്നു, ഞാൻ അതിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്ന ചിന്ത ഇത് നിങ്ങളിൽ വളർത്തും. പണം ചെലവാക്കുമ്പോഴും ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ചെലവാക്കുന്ന പണം 10 മടങ്ങായി എന്നിലേക്ക് തന്നെ തിരികെ വരും എന്ന വിശ്വാസത്തോടെ വേണം പണം മറ്റുള്ളവർക്ക് നൽകാൻ. ഈ വാക്കുകൾ നിങ്ങളുടെ ഊർജ്ജത്തെ എപ്പോഴും ഉയർന്ന തലത്തിൽ നിലനിർത്തുകയും പണവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നു. ഇനി ഈ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയം എങ്ങനെയെന്ന് നോക്കാം. ഇത് വെറുമൊരു മാന്ത്രികവിദ്യയല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും പ്രപഞ്ച ഊർജ്ജത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ ഇതിന് കൃത്യമായ ഒരു സമയക്രമമുണ്ട്. ഈ ദിനചര്യ ചിട്ടയായി പൂർണ്ണവിശ്വാസത്തോടെ ചെയ്താൽ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വളരെ വലിയ വർധനവ് അനുഭവപ്പെടും. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തവും പോസിറ്റീവുമായി മാറും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുമ്പ് അനുഭവിച്ചിരുന്ന ഉത്കണ്ഠയും ഭയവും മാറി അവിടെ ഒരു വലിയ പ്രത്യാശ നിറയുന്നത് നിങ്ങൾക്ക് കാണാം. 14 ദിവസം പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശക്തമായ ഒരു കാന്തിക ഊർജ്ജം അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു പോസിറ്റീവ് പ്രഭാവലയം രൂപപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നും. മറ്റുള്ളവർ നിങ്ങളോട് കൂടുതൽ ആകർഷിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ ഉന്മേഷവാനും സന്തോഷവാനുമായി മാറും. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. തുടർച്ചയായി 21 ദിവസം ഇത് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പണം വരാനുള്ള അപ്രതീക്ഷിത വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ഒരുപക്ഷെ നിങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ച കുടുങ്ങിക്കിടക്കുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിച്ചേക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റമോ ബിസിനസ്സിൽ പുതിയ വലിയ ഓർഡറുകളോ ലഭിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് മാറിയിട്ടുണ്ടാകും. 21 ദിവസം എന്നത് ഒരു ശീലം രൂപപ്പെടാൻ ആവശ്യമായ സമയമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് നിങ്ങളെ തേടിവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന തരംഗമാണ്. പണം എപ്പോഴും അതിനെ ബഹുമാനിക്കുന്നിടത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. നിങ്ങൾ പണത്തെ വെറുക്കുകയോ പണക്കാരെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ പണം ഒരിക്കലും നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾക്ക് പണം ലഭിക്കുമ്പോഴെല്ലാം അത് കേവലം 10 രൂപയാണെങ്കിൽ പോലും വലിയ തുകയാണെങ്കിലും എപ്പോഴും പൂർണ്ണ മനസ്സോടെ നന്ദി പറഞ്ഞു സ്വീകരിക്കുക. നന്ദി പ്രപഞ്ചമേ എന്ന് മനസ്സുരുകി പറയുക.
ഭാവിയിൽ കൂടുതൽ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള താക്കോലാണ് ഈ നന്ദി പ്രകടനം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ കിടപ്പിടം, ഭക്ഷണം, വസ്ത്രം, ജോലി, കുടുംബം തുടങ്ങി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദിവസവും നന്ദി പറയുന്നത് ശീലമാക്കുക. പരാതികൾ പറയുന്നവർക്ക് ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. എന്നാൽ നന്ദി പറയുന്നവർക്ക് പ്രപഞ്ചം വാരിക്കോരി നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നാണയത്തൊട്ടിനും പ്രപഞ്ചത്തോട് നന്ദി പറയുക. ആ നന്ദി കേവലം വാക്കുകളിൽ ഒതുങ്ങരുത്, അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമായവയാണ്. നിങ്ങളുടെ ഉള്ളിലെ അപാരമായ ശക്തിയെ തിരിച്ചറിയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ അറിവുകൾ നിങ്ങൾക്ക് മൂല്യവത്തായി തോന്നിയെങ്കിൽ, ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അത് മറ്റുള്ളവർക്കും വലിയ പ്രചോദനമായി മാറും. ഈ പ്രപഞ്ചം അതിവിശാലമാണ്. അതിലെ സമൃദ്ധിക്ക് അതിരുകളില്ല. അതിൽ നിന്ന് നിങ്ങളുടെ പങ്ക് നേടിയെടുക്കാൻ നിങ്ങൾ പൂർണ്ണമായും അർഹനാണ്. ഇനിയും ഇരുട്ടിൽ കഴിഞ്ഞുകൂടരുത്. പ്രകാശത്തിലേക്കും സമൃദ്ധിയിലേക്കും നടന്നു തുടങ്ങുക. നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും നിയന്ത്രിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള യഥാർത്ഥ ശക്തി മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഈ ദിനചര്യ ആരംഭിക്കുക. പ്രപഞ്ചത്തിന്റെ അനന്തമായ സമൃദ്ധിയിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ചുവടുവെക്കുക. സമ്പത്തും വിജയവും സമാധാനവും എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടായിരിക്കട്ടെ. ധന്നാവോ, പ്രപഞ്ചത്തിന് നന്ദി. ഇത് കേവലം വാക്കുകളല്ല, ജീവിതം മാറ്റുന്ന മന്ത്രമാണ്. പരീക്ഷിച്ചു നോക്കൂ. മാറ്റം നിങ്ങളെ വിസ്മയിപ്പിക്കും. നിങ്ങളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. തുടങ്ങുക ഇപ്പോൾ തന്നെ.